ക്ഷമിക്കുവാൻ കഴിയാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ വന്നു നീ മായ്ക്കണമേ. യേശുവേ, യേശുവേ, നീ മാത്രമെൻ രക്ഷകൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 55 സങ്കീർത്തനം അതിൻ്റെ 9 മുതലുള്ള വചനങ്ങളെ നമുക്ക് വായിക്കാം. കർത്താവെ, സംഹരിച്ച് അവിടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട്. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്. ചതിവും വഞ്ചനയും അതിൻ്റെ വീഥികളെ വിട്ടുമാറുന്നതുമില്ല. ദാവീദ് രാജാവിടെ പറയുന്ന ഒരു പ്രാർത്ഥന, ദൈവസന്നിധി കഴിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവെ, സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. നാവ് നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് പറയുന്നവർക്ക് ആ വേദന അറിയത്തില്ല. കേൾക്കുന്നവരുടെ വേദന ഏറ്റവും വലിയ സങ്കടമാണ്. നാവ് ഒരു വാള് തന്നെയല്ലേ ദൈവമക്കളെ. സ്തോത്രം. അത് പറയുന്നവർ പറഞ്ഞ് രസിക്കുമ്പോൾ അതെത്രത്തോളം കേൾക്കുന്നവരുടെ ഉള്ളിൽ വേദന ഉണ്ടാകും എന്ന് പറയുന്നവർക്ക് അറിയത്തില്ല. എന്നാൽ കേൾക്കുന്നവർക്ക്, കേട്ടിട്ടുള്ളവർക്കും മനസ്സിലാകും. സ്തോത്രം. ഇവിടെ ദാവീദ് രാജാവ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന, കർത്താവെ, സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്ന വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ ഇത് നഗരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, വീഥികളിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇനി ഏറ്റവും കൂടുതൽ അതിക്രമവും കലഹവും സംഭവിക്കുന്ന ഒരു അനുഭവങ്ങളാണ് ഇനി നമ്മൾ കേൾക്കുന്നതും കാണുന്നതും. എല്ലാവർക്കും നമ്മുടെ അതരത്തെ കാത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. ഇവിടെ വചനം പറയുമ്പോൾ അതിക്രമവും കലഹവും നാവ് നിമിത്തമുണ്ടാകുന്ന ഒരു വാക്കിന് പോലും വിട്ടുകൊടുക്കാതെ ഓരോ വാക്കിനും മറുപടി പറയാൻ പോകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഉണ്ടാവും. അതിലും ഭേദം നമ്മൾ 1000 പേരുടെ അയോഗ്യമായ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളിലെ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകത്തില്ല. എന്നാൽ അവർക്ക് ഒരു മറുപടി, അതുപോലൊരു മറുപടി പറഞ്ഞാൽ ദൈവമക്കളെ, അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മാത്രമല്ല, നമ്മളിലുള്ള നന്മകൾ ചോർന്നു പോകും. ആകയാൽ കേട്ടതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും വന്നിട്ടില്ല, വരികയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കാൻ ആർക്ക് സാധിക്കും ദൈവമക്കളെ? കർത്താവിനെ മാനിച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം സഹിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന്. ആമേ. ദൈവത്തിന് സ്തോത്രം. നഗരത്തിൽ അതിക്രമവും കലവും കണ്ടിരിക്കുന്നെന്ന് പറയുമ്പോൾ ഇനിയും വീഥികളിലെല്ലാം നമ്മൾ അത് കാണുന്ന ഒരു അനുഭവമാണ്, കേൾക്കുന്ന ഒരു അനുഭവമാണ്. ക്ഷമിക്കാനിടയാകട്ടെ. ഒരു വാക്കുകൾ കൊണ്ട് തർക്കം ഉണ്ടാക്കി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചു പോകാൻ എല്ലാവരെയും ഒരുക്കട്ടെ. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട്. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്. ചതിവും വഞ്ചനയും അതിൻ്റെ വീഥികളെ വിട്ടുമാറുന്നില്ല. ഇനി വീഥികളിലെ നിലവിളിയാണ് നമ്മളിനി ഒരുപാട് കേൾക്കുന്നത്. അത് അപകടമാകാം, അതിക്രമമാകാം, പല വിധത്തിലും വീഥികളിൽ നിലവിളി കേൾക്കുന്ന ഒരു സമയമായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ക്ഷമിക്കാനും സഹിക്കാനും ദൈവം പ്രവർത്തിക്കട്ടെ. വീടുകളിൽ നിന്നിറങ്ങി പോകുന്നവരും പ്രാർത്ഥിക്കട്ടെ. തിരിച്ചെത്തുവോളം കർത്താവ് കാക്കേണ്ടതിന് വീട്ടിലിരിക്കുന്നവരും പ്രാർത്ഥിക്കട്ടെ. വേണ്ടപ്പെട്ടവർ പോയിട്ട് തിരിച്ചു വരുവോളം അവരെയും ദൈവം കാക്കേണ്ടതിന് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ. ഇറങ്ങിപ്പോകുന്നവരും വീട്ടിലിരിക്കുന്നവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവർക്കും ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഏറ്റവും അധികം നഗരങ്ങളിൽ കർത്താവെ അതിക്രമവും കലഹവും വർദ്ധിക്കുമ്പോൾ എൻ്റെ കർത്താവെ ക്ഷമിക്കാനും ഒന്ന് പൊറുക്കാനും എല്ലാവരുടെ മനസ്സിനെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരാപത്തുണർത്തും വരാതെ എല്ലാവരെയും കർത്താവെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന മക്കളെ സഹിക്കാനുള്ള കൃപ ദൈവം അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും ക്ഷമിക്കുവാൻ, എല്ലാവർക്കും സഹിക്കാൻ കൃപ ദൈവം കൊടുക്കണമേ. കർത്താവെ, ആർക്കും ഒരാപത്തുണർത്തും വരാതെ ദൈവമേ എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണമേ. കുടുംബങ്ങളിൽ ദൈവം കാത്തുകൊള്ളണം. വീഥികളിൽ ദൈവം കാത്തുകൊള്ളണമേ. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഇന്ന് എൻ്റെ കർത്താവെ, വിട്ടുകളയേണ്ടത് വിട്ടുകളയുവാനും
കരുതേണ്ടടുത്ത് കരുതുവാനും എല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആർക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാവർക്കും വേണ്ടി ഈ സമയത്തടിയും പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചു പോകുന്ന എല്ലാ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.